ഒന്നര പതിറ്റാണ്ടിന്റെ പേടി സ്വപ്നത്തിൽ നിന്നും നെഞ്ചമ്പറമ്പിലെ മൺതരികൾ മോക്ഷം നേടുന്നതിന്റെ നേർക്കാഴ്ചകളാണ് ഇവയൊക്കെ. ഭൂമിയുടെ പച്ചപ്പിന് നിറച്ചാർത്തായി വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും അവയിൽ നിന്ന് തേനൂറ്റിയെടുക്കുന്ന വണ്ടുകളും ഈ ഗ്രാമത്തിന് നൽകുന്ന ഗൃഹാതുരതയ്ക്ക് കണ്ണീരിന്റെ നനവുണ്ട്. മനുഷ്യന്റെ വിവേകശൂന്യമായ അതിക്രമത്തിനിരയായ നെഞ്ചമ്പറമ്പിന്റെ ശരീരത്തിൽ വർഷങ്ങൾക്കുപുറം ജീവൻ തുടിക്കുന്നതിന്റെ പ്രതിഫലനമാണ് ഈ മാറ്റങ്ങളെല്ലാം. ജലാശയങ്ങളിൽ പുളയുന്ന മീനുകളും കോടമഞ്ഞിനെ വകഞ്ഞുമാറ്റി പറന്നുപോകുന്ന പക്ഷികളും വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് നെഞ്ചമ്പറമ്പിന്റെ കാഴ്ചകളിൽ നിറയുന്നത്. പുനർജനിയുടെ പ്രതീകമായി മയിലുകൾ ഇവിടെ പറന്നിറങ്ങുന്നു. പ്രകൃതിയിൽ വരുന്ന മാറ്റത്തിന്റെ സന്തോഷം മിണ്ടാപ്രാണികളിലും പ്രകടമാണ്. ഇതുമാത്രമല്ല നെഞ്ചമ്പറമ്പിന്റെ ആനന്ദം. കണ്ണെത്താ ദൂരത്തോളം പൂത്തുനിൽക്കുന്ന കാക്കപ്പൂക്കളും മേഞ്ഞു നടക്കുന്ന പശുക്കളും വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരന്തത്തിന്റെ മോചനമായാണ് ഗ്രാമവാസികൾ കാണുന്നത്. മൊത്തം എൻഡോസൾഫാൻ അടിച്ച ഏരിയ ആണ്. ഇവിടെ പിന്നെ പശുക്കളും പക്ഷികളും മൃഗങ്ങളും എല്ലാം നഷ്ടപ്പെട്ടുണ്ടായ സമയമാണ് ഒരു സമയത്തുണ്ടായത്. ഇപ്പോൾ തിരിച്ചിട്ട് എല്ലാം ഇതേ പ്രദേശത്തിലേക്ക് വരുന്നുണ്ട്. അത് നമുക്ക് വളരെ വലിയ സന്തോഷ കാര്യമാണ്. ഒരിക്കൽ സർവ്വതും നഷ്ടപ്പെട്ടതിന്റെ വേദന ഈ മണ്ണിൽ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ടുതന്നെ കരുതലോടെയുള്ള ഇടപെടലാണ് ഇനി ഈ മണ്ണിനാവശ്യം. കാളീയമർദ്ദനം കഴിഞ്ഞ് അതിജീവനത്തിന്റെ പാതയിലെത്തിയ നെഞ്ചമ്പറമ്പിന്റെ ഈ നല്ല വാർത്ത മനുഷ്യർക്ക് നൽകുന്നത് മണ്ണിനെ അറിഞ്ഞും സ്നേഹിച്ചും വളരാനുള്ള പാഠം കൂടിയാണ്. ക്യാമറാമാൻ ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.